അന്നത്തെ ആ വിമർശനങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല 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 ഇതിൽ ഞാൻ പറയുന്നു മേഡം, നിങ്ങളൊരു കാര്യം ചെയ്താൽ, ഞാൻ പറയുന്നത് അതിപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും എല്ലാവരും പോസിറ്റീവ് പറയണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? എന്താ അഭിപ്രായങ്ങൾ വരാമല്ലോ. അഭിപ്രായം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടല്ലേ വരുന്നത്. പക്ഷേ നമ്മൾ ആ പറയുന്ന രീതിയാണ് അതിലെ വ്യത്യാസം. അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളിപ്പോൾ ഒരു 2 വീലർ വാങ്ങിച്ചു, നിങ്ങളെന്താ പറയുക, നിങ്ങളൊരു കാറ് വാങ്ങിച്ചു, എല്ലാവരും നല്ലത് പറയണം, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് 5 ലക്ഷം എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി വാങ്ങിച്ച കാറായിരിക്കും. എനിക്ക് എൻ്റെ ഇതിപ്പോൾ ഇതെന്ത് കാറ്, ചിലർ ഇതിപ്പോൾ ഒരു കാറാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. അപ്പം നമുക്ക് അത് ഫീൽ ചെയ്യില്ലേ? നിങ്ങളൊരു വീടുണ്ടാക്കി, അതിൻ്റെ ഫാഷനൊന്നും പോരാ, എന്ത് ഭയങ്കര ഇട്ട് ഒരു ശ്വാസം വിട്ടുന്നുണ്ടല്ലോ നിങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ? അപ്പം മേഡം, കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ്. ഒരു കാക്കേനോട് നിങ്ങൾ ആ കുട്ടി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കാക്ക പറയാൻ നല്ല ഫിഗർ കുട്ടിയാണ്, സ്വർണ്ണത്തിൻ്റെ കളറാണെന്നേ പറയൂ. ഒരു കാക്ക അങ്ങനെയേ പറയൂ. എന്നിട്ട് കാക്ക ഒരിക്കലും കാക്കേൻ്റെ കുട്ടി കറുത്തിട്ടാണ് എന്ന് പറയില്ല. ഏതൊരു മനുഷ്യനും അയാളുടെ മെറ്റീരിയൽ അയാളെന്ന് പറയുന്നത്, അതാ ഞാൻ പറയുന്നത്, ഈ ഇൻ്റർവ്യൂ ആയാലും നിങ്ങളെ ഇഷ്ടമുള്ള നല്ല ഇൻ്റർവ്യൂ ആണ്. എന്ന് വേറെ ആൾക്ക് നല്ലതാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, ഒരാൾ നമ്മളൊരു സാധനം കണ്ടൊരു അഭിപ്രായം പറയുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് വിഷമമില്ല, ഞാൻ എന്തിനു വിഷമിക്കണം, അയാൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, ഞാൻ കേൾക്കണം. അതേസമയം എന്താണ് പറയുന്നതിന് ഒരു രീതിയും. ഇതാണ് എൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ചത്. ഹൗ ടു ബിഹേവ് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. എൻ്റെ അമ്മ പണ്ട് പഠിപ്പിച്ചെന്നൊരു കാര്യമാണ്. നിനക്ക് ഒരാളോട് എല്ലാ കാര്യം നമുക്ക് ഇതാവണമെന്നില്ല. അമ്മ പറഞ്ഞത്, നിനക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാം, നീ ഒരു വണ്ടി കയറി, ഈ കയറിയ വണ്ടിയിൽ അയാൾക്ക് ശരിക്കും മര്യാദയ്ക്ക് ഡ്രൈവിംഗ് അറിയാം, അയാൾക്ക് ഈ അടുത്ത കാലത്ത് ഡ്രൈവിംഗ് പഠിച്ചാൽ ചോദിച്ചു. അമ്മ എനിക്ക് എക്സാമ്പിൾ സഹിതം പഠിപ്പിച്ചു തരാം. അപ്പോൾ എങ്ങനെ പറയണം, അല്ല കേട്ടോ നിങ്ങൾ എന്താണ് ഈ ക്ലച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെയാണോ വേണ്ടത്, അല്ല നിങ്ങളെയൊക്കെ ആരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതെന്ന് ചോദിക്കാം. ശരിക്കും നമ്മൾ മനസ്സിൽ വന്ന് ചോദിച്ചാൽ അങ്ങനെ ആരെയൊക്കെ ഈശ്വരത് അവിടെ എത്തുമോ, ജീവനോട് എത്തുമോ എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കാം. പക്ഷേ നമുക്ക് ഇതേ കാര്യത്തിന് എന്താ പറയുക, സാർ എനിക്ക് തോന്നുന്നു, സാർ അത് ചെയ്യുമ്പോൾ ഒന്ന് ആ ക്ലച്ച് ഫുള്ളായിട്ട് ആക്കിയാൽ ചിലപ്പോൾ ആ സൗണ്ട് വരില്ല സാർ എന്നിങ്ങനെ അയാളെ ഫീൽ ചെയ്യിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം. ഞാൻ പറഞ്ഞു മനസ്സിലായി. നിങ്ങൾ ഒരു സോങ് ചെയ്യുന്നു, ഞാനത് കാണും, എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. വെറും തല്ലിപ്പൊളി, ഞാൻ 1 മിനിറ്റ് കൊണ്ട് നിർത്തിപ്പോയി, അല്ല ഓപ്ഷൻ എ. ഇവിടെ തീരെ മോശം, ഇനി ആഴ്ചയിൽ വരുത് കാണൂല, അതല്ല എൻ്റെ അടുത്ത് നിങ്ങളെ നമ്പറുണ്ട്, ഞാൻ എന്ത് ചെയ്ത് ഫുള്ളായിട്ട് കണ്ടു, ഇതേ പറഞ്ഞു മേഡം ഞാൻ നിങ്ങളത് കണ്ടിരുന്നിട്ട്, അല്ല അത് നിങ്ങളോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതിയല്ലോ, കാരണം അവിടുത്തെ ഓപ്പൺ കമൻറ്റിൽ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൽ പല സീൻസ് റിപ്പീറ്റേഷനുണ്ട്. അല്ല നിങ്ങളുടെ നായകൻ കുറച്ചും കൂടെ, തീരെ മോശിക്കും, നമ്മൾ കുറച്ചുകൂടി നല്ല നായകനെ വേണമെങ്കിൽ നോക്കിക്കൂടെ, ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അതായത് ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ, ഒരു ഗായകൻ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അയാളെ പാട്ടിനെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ വലിയ ഗായകയോ ഗായകനോ ആവണ്ട. ആ മോശമാണ് നിങ്ങൾക്ക് മോശം തന്നെ പറയാം. പക്ഷെ എന്ത് വേണം പറയുമ്പോൾ, എന്തോ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അത്ര നന്നായി തോന്നിയില്ല. അല്ലാണ്ട് ഈ എങ്ങനെ പാട്ട് പാടുക, ഈ എങ്ങനെ കാറ് വാങ്ങിക്കാമെന്ന് ഒരാളോട് ചോദിക്കരുത്. അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഈ എങ്ങനെ കാർ എടുക്കുക, ഈ എങ്ങനെ 2 വീലർ എടുക്കുക, ഞങ്ങളെല്ലാവരും 3 നില വീടല്ലേ, ഈ എങ്ങനെ ഒരു ചെറിയ വീടെടുക്കുക എന്ന് ചോദിച്ചാൽ അവന് ചോദിക്കാടാ നിൻ്റെ തന്തേൻ്റെ വെച്ച് കേടാ ഞാൻ എടുക്കും, നീ എന്തിനാണ് ഇങ്ങനെ കരുതുന്നു ചോദിക്കാം. ആ പറയുന്നതിൻ്റെ പ്രശ്നമാണത്. അതേസമയം നമുക്ക് എന്ത് പറയാം, സാർ ആ പാട്ട് എനിക്ക് തോന്നുന്നു ഇന്നെ ഹമ്മിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഔട്ടായെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്നവനും പറയുന്നവനും കുറച്ചുകൂടി ഒരു വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ആക്രമിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മറ്റാൾക്ക് തോന്നുക പറയാനുള്ള കാര്യം ഒരാളെ ഹേർട്ട് ചെയ്യാതെ പറയാം അല്ലേ. പക്ഷെ അത് മലയാളികൾ എത്രമാത്രം അതിലെത്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്നലെ വരെ നമ്മളെ സ്നേഹിച്ചവർ നാളെ സ്നേഹിക്കണം എന്നൊരു നിർബന്ധമില്ല മേഡം. അതിപ്പോൾ നിങ്ങളെ നിങ്ങൾ അബദ്ധത്തിലൊരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളിങ്ങനെ ഭയങ്കര കൊഞ്ചിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എടുത്ത് താഴെ ഇടും. മലയാളികളെ സംബന്ധിച്ചോളം അവർ ടോപ്പിലും ഇടും, നേരെ താഴെ ഇടും. നമ്മളിതൊന്നുമല്ല, നമ്മളാണ്.